ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജയ്. എല്ലാവർക്കും ടെക്കോണർ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടെസ്റ്ററിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ ഒരു 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. നമ്മുടെ ടെസ്റ്റർ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് ചെക്ക് ചെയ്യാനാണോ കറണ്ട് ചെക്ക് ചെയ്യാനാണോ എന്നതായിരുന്നു അതിൻ്റെ ചോദ്യം. അപ്പോൾ ഞാൻ ഓർത്തു എല്ലാവരും കറക്റ്റ് ഉത്തരവാണ് പറയുന്നത് വെച്ചാൽ എൻ്റെ കമൻറ്റ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് പലരും പല ഉത്തരം. ചിലർ വോൾട്ടേജ് പറയുന്നു, ചിലർ കറണ്ട് പറയുന്നു, ചിലർ പവർ പറയുന്നു. അങ്ങനെ പല പല ഉത്തരങ്ങളാണ് കാണാനിടയുണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമായി, ഇത് ഒരുപാട് സംശയമുള്ളൊരു, ചെറുതായിട്ടെങ്കിലും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു ചോദ്യമാണ് എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരം നൽകിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതല്ലാതെ ഒരു ടെസ്റ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇതിൻ്റെ ഇൻറ്റേർണലായിട്ട് ഇത് ഊരി നമ്മൾ വിശദമായി ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ടെസ്റ്ററിൽ കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് വോൾട്ടേജ് ആണോ കറണ്ട് ആണോ എന്നതാണ്. അപ്പോൾ അവിടെ മെഷർ എന്ന പദത്തിനേക്കാളും എനിക്ക് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് തോന്നുന്നത് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളൊരിക്കലും വോൾട്ടേജ് എത്രയുണ്ട് കറണ്ട് എത്രയുണ്ട് എന്ന് ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യാറില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ വോൾട്ടേജ് ഉണ്ടോ കറണ്ട് ഉണ്ടോ പവർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്നതാണല്ലോ. അപ്പോൾ അവിടെ വോൾട്ടേജ് ആണോ കറണ്ട് ആണോ എന്നത് ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇനിയും പറയാൻ സാധിക്കും, ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് വോൾട്ടേജ് എന്ന് തന്നെയാണ്. അവിടെ നമ്മൾ ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് കറണ്ട് അവിടെ മെഷർ ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് തർക്കം ഉണ്ടാവാം, അങ്ങനെയല്ലല്ലോ ഇതിൻ്റെ ഒരു ലാമ്പ് കത്തുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവുന്നില്ല, കറണ്ടല്ലേ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംശയം ഉണ്ടാവാം. അതുപോലെ തന്നെ വോൾട്ടേജ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. 2 പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വോൾട്ടേജ് അറിയുള്ളൂ. ഇവിടെ നമ്മൾ 1 പോയിന്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അതുകൊണ്ട് അത് വോൾട്ടേജ് അല്ല കറണ്ട് ആണ് എന്നൊക്കെയാണ് ഞാൻ ആ കമൻറ്റുകളിലുള്ള ഉത്തരങ്ങൾ കണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു തെറ്റിദ്ധാരണകളാണ്. തീർത്തും നമ്മൾ ഒരു ടെസ്റ്റർ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് ചെക്ക് ചെയ്യാനാണ്. ഇതിൻ്റെ മറ്റു പേര് നമുക്കറിയാം, ലൈൻ ടെസ്റ്റർ എന്ന് പറയാറുണ്ട്. ഇനി നമ്മൾ ചില ബ്രാൻഡുകളുടെ ടെസ്റ്റർ വാങ്ങുവാണെങ്കിൽ അതായത് വോൾട്ടേജ് ടെസ്റ്റർ എന്ന് എഴുതിയിട്ടുമുണ്ട് വ്യക്തമായിട്ട്. അപ്പോൾ അതിൽ യാതൊരു സംശയവും വേണ്ട, ഇത് വോൾട്ടേജ് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. ഇനി മറ്റേ സംശയങ്ങളിലേക്ക് വരാം. അപ്പം ഒരു ടെസ്റ്റർ എങ്ങനെയാണ് വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം വെച്ചിട്ട് എന്തൊക്കെയാണ് എലമെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബേസിക്കലി ഇതിനകത്തൊരു നിയോൺ ലാമ്പ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മളിത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ നമ്മുടെ സപ്ലൈ കയറി നിയോൺ ലാമ്പ് വഴി കയറി നമ്മളെ ബോഡി സെക്കൻഡ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്ത്, അതായത് നമ്മൾ എർത്തായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് അവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത്, നമ്മൾ നിയോൺ ലാമ്പ് കത്തുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പം അവിടെ 2 പോയിന്റ് ഇല്ല എന്നൊരു സംശയം തീർത്തും തെറ്റാണ്. അവിടെ 2 പോയിന്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഫേസ് കയറി വരുന്നുണ്ട്, കൂടാതെ നമ്മുടെ ന്യൂട്രലായിട്ട് നമ്മുടെ ബോഡി ഇവിടെ ഗ്രൗണ്ടായിട്ട് ആക്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വോൾട്ടേജ്, ആ നിയോൺ ലാമ്പിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നോർമലി നമ്മളൊരു ലാമ്പ് കത്തിക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ ഒരു ടെസ്റ്റിലും നടക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് ആണ് ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി കറണ്ട്, ഇത് ശരിയാണ്, ഇതിലൂടെ പോകുമ്പോൾ നമ്മുടെ നിയോൺ ലാമ്പ് പ്രവർത്തിക്കുവാനായിട്ട് ഒരു ചെറിയ മില്ലി ആംബിയസ് കറണ്ട് അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നതല്ലാതെ ഒരു സർക്യൂട്ടിലെ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും ചെക്ക് ചെയ്യാൻ കാണില്ല. അതിനുള്ള മെയിൻ എക്സാമ്പിൾ തന്നെയാണ്, നമ്മൾ ഏതെങ്കിലും ഉപകരണങ്ങൾ ഓഫാക്കി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പോയിന്റിൽ സപ്ലൈ ചെക്ക് ചെയ്താലും നമുക്ക് അവിടെ സപ്ലൈ കാണിക്കും. അവിടെ നമ്മുടെ ഉപകരണം ഉപയോഗിക്കുന്നില്ല, ഉപകരണം യൂസ് ആവുന്നില്ല എങ്കിൽ അവിടെ ഉറപ്പായിട്ടും കറണ്ട് അവിടെ ഡ്രോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. എങ്കിലും നമ്മുടെ ടെസ്റ്റർ അവിടെ ലൈറ്റപ്പ് ആയിട്ട് കാണിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അവിടെ കറണ്ട് അല്ല മെഷർ ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത് വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഇനിയും ഇതിപ്പം കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്യുന്ന നമ്മുടെ ടെസ്റ്ററാണ്, നോർമൽ പഴയ കാലത്തെ മുതലുള്ള ടെസ്റ്റർ. ഇനിയിപ്പം പുതിയ കോണ്ടാക്ട്ലെസ് ടെസ്റ്റേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നമ്മൾ മെഷർ ചെയ്യുന്നത് വോൾട്ടേജ് തന്നെയാണ്, കറണ്ട് അല്ല എന്നതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മുടെ മൾട്ടിമീറ്റർ, സാൻവ പോക്കറ്റ് മൾട്ടിമീറ്ററിന്റെ നമ്മുടെ ഗിയോവേ കോമ്പറ്റീഷന്റെ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ടെസ്റ്ററിനുള്ളിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, എന്തൊക്കെ കൂടി ചേരുമ്പോഴാണ് ഒരു ടെസ്റ്റർ ഉണ്ടാകുന്നത് എന്നാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ടെസ്റ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന വീഡിയോ കാണുക. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. എന്നിട്ട് നിങ്ങൾ നേരെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ എഴുതുക, നിങ്ങൾ ശരി ഉത്തരം അവിടെ എഴുതുക. അങ്ങനെ 10 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകുക, നമ്മുടെ മൾട്ടിമീറ്റർ നിങ്ങൾ സ്വന്തമാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്